വീട്ടിൽ കിളിമീൻ മേടിക്കുമ്പോഴെല്ലാം അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അതാണ് ഈ വിറകടുപ്പിൽ ചട്ടിയിൽ കിടന്ന് മൊരിയുന്നത്. കിളിമീൻ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മുള്ളിൽ നിന്നും ദശ മാത്രമായിട്ട് ചെത്തിഞ്ഞെടുക്കണം. ആ ദശ മാത്രമാണ് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വെറുതെ മുള്ളെല്ലാം കൂടെ മിക്സിയിലിട്ടടിച്ച് വെറുതെ പണി ഉണ്ടാക്കി വെക്കരുത്. മീൻ കൂടാതെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ചെറിയ ഉള്ളി വേണം, കുറച്ച് ഇഞ്ചി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, ഒരു ശകലം വെളുത്തുള്ളി വേണം, തേങ്ങ വേണം, തേങ്ങ പീര, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മുളക് പൊടി. ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് അല്പം തേങ്ങയും ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. വീഡിയോയിൽ കാണാം ഒരു പരുവം. ആ പരുവത്തിന് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം. ഇത് ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറയും, നിങ്ങൾ ഈ സാധനം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇത് ഉണ്ടാക്കിയതായിട്ട് അറിയാമോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയും. ഞാൻ കുറേ തപ്പി യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും എവിടെയും ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എവിടെയും ഞാൻ കണ്ടില്ല. അത് ചതച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മീനും കുറച്ച് തേങ്ങയും കൂടെ, ഇത് വിട്ടു പോകരുത്, മീനും കുറച്ച് തേങ്ങയും കൂടെ ഒന്നിച്ച് ഇട്ട് ചതയ്ക്കണം. അത് മിക്സിയിലൊരു 2 കറക്കം കറങ്ങിയാൽ മതി. ഒരുപാടിട്ട് അടിച്ച് നശിപ്പിക്കരുത്. നല്ല ഫ്രഷ് മീനായിരിക്കണം എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ഫ്രഷ് മീനല്ല എങ്കിൽ, കുറച്ച് മോശമായിട്ടുള്ള മീനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് അങ്ങ് വല്ലാണ്ടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ല ഫ്രഷ് മീൻ കിട്ടുമ്പോൾ മാത്രം ഇത് ചെയ്യുക. അധികം നെയ്യോ ഉളുമ്പോ ഒന്നും ഇല്ലാത്തൊരു മീനായതുകൊണ്ട് ധൈര്യമായിട്ട് മിക്സിയിലിട്ട് അടിക്കാം. മത്തിയോ മറ്റെന്തെങ്കിലും മീനൊക്കെ ആണെങ്കിൽ ചിലപ്പം വല്ലാത്തൊരു സ്മെല്ലൊക്കെ വന്നേക്കാം. മത്തിക്കൊക്കെ ഉളുമ്പും നെയ്യൊക്കെ കൂടുതലായതുകൊണ്ട്. ഇങ്ങനെ 2ആയിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒന്നിച്ച് കൈയിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഇതിങ്ങനെ പരിപ്പൂടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ഷേപ്പിൽ പരത്തി മാറ്റി വെക്കുക. ശേഷം വിറകടുപ്പുണ്ടെങ്കിൽ വിറകടുപ്പിൽ വെച്ചത് ചെയ്യാൻ നോക്കുക. നല്ല ടേസ്റ്റായിരിക്കും. വിറകടുപ്പിൽ ഇതുപോലൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഈ പരത്തി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഒരു 3 4 ഒക്കെ വെച്ച് എണ്ണയിലിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഒരു വശം ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം മറുവശം കൂടെ ആക്കി മുരിച്ചെടുക്കുക. മുരിഞ്ഞ് വരുന്നതനുസരിച്ച് ഒരു പാത്രത്തിൽ ഒരു വാഴയില വെച്ച് അതിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കുക. എന്താ ടേസ്റ്റ് എന്നറിയാം. സൂപ്പർ സാധനമാണ്. ഒരു തവണ നിങ്ങളിത് ഉണ്ടാക്കിയാൽ വീണ്ടും നിങ്ങൾ കിളിമീൻ കിട്ടുമ്പോൾ എല്ലാം നിങ്ങളിത് ഉണ്ടാക്കാതെ ഉറപ്പാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പഠിച്ചതെന്ന്. അമ്മ പറയുന്നത് ഇത് അമ്മ കണ്ടുപിടിച്ച ഐറ്റമാണെന്നാണ്. അമ്മയുടെ അവകാശവാദം അങ്ങനെയാണ്. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എന്തായാലും അടിപൊളി ഐറ്റമാണ്. നിങ്ങളുണ്ടാക്കി നോക്കണം.